ഹലോ ഗൈസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ കോളിഫ്ലവർ മസാല ഉണ്ടാക്കുന്നതെന്നാണ്. കോളിഫ്ലവർ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സവോള, കോളിഫ്ലവർ കുറച്ച് നേരം അരമണിക്കൂറോളം മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളത്തിലിടണം, എന്നാലേ അതിനകത്തുള്ള പ്രാണികളെല്ലാം പുറത്തു വരത്തുള്ളൂ. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകിടാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യമേ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ. ഇതിനെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സവോള ഇടാം. സവോളയുടെ കൂടെ തന്നെ തക്കാളിയും ഇടാം. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ വഴന്ന് വരണം. അപ്പോൾ പെട്ടെന്ന് വഴലാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ശകലം ഉപ്പ് ആഡ് ചെയ്യും. ഇനി ഇതൊന്ന് വഴന്ന് വരട്ടെ. സവോളയും ബാക്കി സാധനങ്ങൾ ഏകദേശം വഴന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടി അനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്ന. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി ആവശ്യത്തിന് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഇടുക. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചിക്കൻ മസാലയാണ്. ഇനി ഇതൊന്ന് വീണ്ടും വഴന്ന് വരട്ടെ. അപ്പം നമ്മുടെ മസാലകളെല്ലാം പച്ചച്ചവ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ടൊന്ന് പതിയെ ഇളക്കി കൊടുക്കാം. ഇത്രയുമായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. കഴുകി പീസാക്കി വെക്കുന്ന കോളിഫ്ലവർ. പതിയെന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ നമുക്കിത് ഏകദേശം ഒന്ന് കുറുകി കിട്ടുന്ന പരുവത്തിൽ ശകലം വെള്ളം കൂടെ ഒഴിക്കുക. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കട്ടെ. ശകലം വെള്ളം കൂടെ ഒഴിച്ച് ഏകദേശം നികത്തെ കിടക്കുന്ന പോലെ വെള്ളം ഒഴിക്കുക. ഇനി നമുക്ക് ഇതൊരു ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം വേകാൻ വേണ്ടി വെക്കുക. ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. അത്ര നേരം ഒന്ന് അടച്ചു വെക്കുക. കറി ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി രുചി കൂട്ടാനായി ശകലം അണ്ടിപ്പരിപ്പൂടെ ഞാൻ ഇടുകയാണ്. നിർബന്ധമല്ല, ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾ ചേർക്കുക. ഇത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇനി വീണ്ടും നമ്മൾ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിത് വേകാൻ വേണ്ടി അടച്ചു വെക്കുക. നമ്മുടെ കോളിഫ്ലവർ ഏകദേശം 10 മിനിറ്റ് വെന്തു. നല്ല വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല കുഴഞ്ഞ് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ
കോളിഫ്ലവർ മസാല ഇവിടെ തയ്യാറായി. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലൊരു വിഭവമാണ്. അവൻ്റെ മൂത്തോട്ടെ. ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.